പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിവിടെ നന്നായി പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. പുറം കറുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് അടച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ഫോക്കോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നോക്കൂ, പഞ്ചസാരയും പഴവും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. ഒരുപാട് പുളിയുള്ള തൈരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പൊക്കെ മതിയാകും. അതും നന്നായിട്ട് തന്നെ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ബേക്കിംഗ് സോഡ നന്നായിട്ട് റിയാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇത് ഒരല്പം സ്റ്റിക്കി ആയിട്ടാണ് കൂട്ടിരിക്കുക. ഇതുപോലെ കുഴച്ചെടുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണയാക്കിയിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പുറമേ ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് 8 മുതൽ 10 മണിക്കൂർ നേരത്തേക്ക് നല്ലപോലെ തന്നെ റെസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. മിനിമം 8 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്തെടുക്കണം. അതിൽ കൂടിയാൽ കുഴപ്പമില്ല. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഇത് നീഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്തെടുത്ത കൂട്ടാണ്. ഇനി ഇതൊരു പലകയിലേക്ക് മാറ്റാം. അതിന് മുന്നേയായിട്ട് പലകയിൽ നല്ലപോലെ തന്നെ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലും മൈദ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിവിടെ അല്പം കൂടുതലായിട്ട് തന്നെ മൈദ ഇട്ടിട്ടാണ് നീഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പോളൊക്കെ മൈദ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉരുളകളാക്കിയിട്ടോ മാറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറമേ ക്രാക്കൊന്നും ഇല്ലാതെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ടക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ പരത്തിയെടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. കനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒരല്പം കനത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. മുകളിൽ കൂടുതലായിട്ടുള്ള മൈദയൊക്കെ നന്നായിട്ട് തട്ടിക്കുടഞ്ഞ് മാറ്റിയിട്ട് വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണയൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് മെല്ലെ പൊങ്ങി വരും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. കളറൊക്കെ പെട്ടെന്ന് മാറും, പക്ഷെ ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് മാംഗ്ലൂർ ബൺസാണ്. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് നിങ്ങൾക്ക് ചട്നിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.